I'm Riaz from Skywheelz MOTOHUB. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം, അത് നിങ്ങളുടെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. മറ്റൊന്നുമല്ല, കാറിൻ്റെ കോയിൽ സ്പ്രിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന സസ്പെൻഷൻ ബഫറുകളെ കുറിച്ചാണ്. ഇന്ന് ഇന്ത്യയിൽ അധികം വിറ്റഴിക്കപ്പെടുന്ന കാർ സ്റ്റെബിലൈസ് പ്രോ എന്ന ARS സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഒരു മികച്ച ഉൽപ്പന്നമാണ് ഇത്. നമ്മുടെ വാഹനത്തിലെ ഡ്രൈവിംഗ് കംഫർട്ട് വർദ്ധിപ്പിക്കുന്നതിനും ബോഡി റോളിംഗ്, അതുപോലെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി തുടങ്ങിയ വിഷയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ നമ്മുടെ ഷോറൂം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഈ വാഹനമാണ്, ഇന്നോവ ക്രിസ്റ്റയാണ് ചെയ്യാൻ വന്നിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഇന്ന് നമ്മുടെ കസ്റ്റമർ ഷാനിക്കാണ് വരാൻ വന്നിട്ടുള്ളത്. ഷാനിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് നമ്മളിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ നോക്കിയത്. എന്നിട്ട് അതിൽ കണ്ട ഒരു നമ്പറിൽ വിളിച്ചു. അന്വേഷിച്ചപ്പോൾ ഒരു പതിനെട്ട് ഡീലർ കേച്ചേരിയിലൊക്കെ ഉണ്ട്. കമ്പനി വിളിക്കുക ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഷാനിക്ക് ഓൾറെഡി നമ്മുടെ കസ്റ്റമർ ആണ്. ഈ വാഹനത്തിലെ സെറാമിക്കും ആൻഡ്രോയിഡ് സ്റ്റീരിയൊക്കെ നമ്മൾ തന്നെ ചെയ്തത്. അപ്പോൾ ഡീലർ കൊടുത്ത് നമ്മൾ ഡീലറെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിത് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് B1 മുതൽ B5 സൈസുകളിലാണ് വരുന്നത്. അത് എല്ലാ കോയിൽ സ്പ്രിങ്ങും മെഷർ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ സൈസ് തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു പേപ്പർ സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യും. അതിനുശേഷം ഏതാണ് അനുയോജ്യമായ സൈറ്റെങ്കിൽ അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കത് ആദ്യം ഏതാണെന്ന് നോക്കാം, അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ വളരെ ഈസിയാണ്. നമുക്ക് എല്ലാം പോവാം. ഓക്കെ, മെക്കാനിക്കാണ് മുസ്തഫ. അപ്പോൾ ഇതൊന്ന് മെഷർ ചെയ്തിട്ട് ഏത് സൈസ് എന്ന് പറയും, നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ട് B3 അല്ലേ? ഓക്കെ. ഓൾറെഡി നമ്മൾ ചെയ്ത ക്രിസ്റ്റോ ഒക്കെ 2 3 തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒന്ന് കൺഫേം ചെയ്യാച്ചിട്ടാണ് ഒന്ന് സൈസ് മെഷർ ചെയ്തത്. നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഇതില്ലേ നമ്മൾ ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. ഫിറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചു വന്നു, പെട്രോളിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ ഷാനിക്കൊക്കെ തോന്നുന്നത്? എന്താ ഇങ്ങനെ ഡ്രൈവിങ്? നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിൽ ഹൈറ്റ് ഒന്ന് മാറ്റം വന്നിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹമ്പുകൾ, അതുപോലെ ചെറിയ ചെറിയ കട്ടറുകളൊക്കെ സാധാരണ ചാടുമ്പോൾ അറിഞ്ഞിട്ടില്ല ചാട്ടൊന്നും മാറ്റം കെട്ടിയിട്ടുണ്ട്. പിന്നെ ഫാനുകളൊക്കെ തിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു സ്റ്റിയറിംഗ് നല്ല കംഫർട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രധാനമായും കമ്പനി പറഞ്ഞത് തന്നെയാണ്, ചെറിയ ഹമ്പുകളും കുഴികളൊക്കെ ചാടുമ്പോഴുള്ള ബൗൺസ് ബാക്ക് കുറയും. അതുപോലെ വലിയ വളവുകളൊക്കെ കുടിച്ചു വരുമ്പോഴുള്ള ഒരു സ്റ്റിയറിംഗ് നല്ല രീതിയിൽ കംഫർട്ട് വരുന്നുണ്ട്. വളരെ യൂസ്ഫുൾ തന്നെയാണ്. സ്പീഡിൽ പോകുമ്പോഴേ ഒന്നുകൂടി ഒരു കംഫർട്ട് തോന്നുന്നുണ്ട്. മാറ്റം വരാൻ സാധ്യതയുണ്ട്. വണ്ടികളാകുമ്പോൾ അതിൽ പറയുന്നത് നമ്മളിപ്പോ ആ റൂട്ടില് നല്ല സ്പീഡിലാണ്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് അതിൻ്റെ കംഫർട്ട് ലെവൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ കാർ സ്റ്റെബിലൈസ് പ്രോ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു കംഫർട്ട് ലെവൽ ലഭിക്കുന്നില്ലെങ്കിൽ
കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് തിരിച്ചെടുക്കാമെന്നൊരു വാഗ്ദാനമാണ് കമ്പനി നൽകുന്നത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ചില കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് അവരുടെ സസ്പെൻഷൻ്റെ നിലവിലുള്ള കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഓവർ ആമിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം അത് ദൂരീകരിക്കാൻ വേണ്ടി നമുക്ക് കാർ സ്റ്റെബിലൈസർ പ്രോ ഇട്ടിട്ട് കാര്യമുണ്ടെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരമല്ല കാർ സ്റ്റെബിലൈസർ പ്രോ നൽകുന്നത്. നമ്മുടെ നിലവിലുള്ള സസ്പെൻഷൻ്റെ പെർഫോമൻസും ഡ്യൂറബിലിറ്റിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്ക് ഇതുമായി സംബന്ധിച്ച ഏത് വിവരങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടാം. സ്കൈവീൽസ് ഷോറൂമായി ബന്ധപ്പെടാം. കുന്നംകുളം ഗുരുവായൂർ ചാവക്കാടയിലെ ഡീലർഷിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ മറ്റൊരു പ്രൊഡക്റ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.